ഈ രാത്രി നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടല്ല മലയാറ്റൂർക്ക് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് ഉച്ച തിരിഞ്ഞിട്ടാണ്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ രാത്രി ആയിട്ടാ പോയി. പക്ഷേ ആൾക്കാരെണ്ണം കൂടുതലായതുകൊണ്ട് നമ്മൾ ചെറിയൊരു ട്രാവലർ വിളിച്ചിട്ടാണ് പോയത്. ഈ വലിയ കുരിശൊക്കെ മലയുടെ മുകളിലേക്ക് കയറ്റാനുള്ളതാട്ടോ. ഇവന്റെ തോളത്തിരിക്കുന്ന കുരിശ് നമ്മൾ കൊടുന്നതല്ല കേട്ടോ. അപ്പം കാലത്ത് തന്നെ കുരിശും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിണ്ടായി. ആളുടെ കുരിശായിട്ട് ഇത് ആൾ ഇത്രയും ദൂരം നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് വേണ്ടി കുറച്ച് നേരത്തേക്ക് പിടിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് ഷോ കാണിക്കലായിരുന്നു അവിടെ. എനിക്കാണെങ്കിൽ അവിടെ ചെന്നതോ അലർജിയുടെ അസുഖം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മൂക്കൊക്കെ പൊത്തിയിട്ടാണ് നടന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അമ്മ ഒരു കൊന്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലത്തെ കൊന്ത കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് അവിടുത്തെ കടയിലൊക്കെ കയറിയിട്ടുണ്ടായി ഞങ്ങൾ. ഈ ഒരു കൊന്ത അപ്പൂന് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ വേഗം അവിടുത്തെ പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അടിവാരത്തേക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ 2 കിലോമീറ്റർ നടന്നു. ഈ ലൈറ്റ് ഇങ്ങനെ വരിയായിട്ട് കത്തി കിടക്കണം കേട്ടോ. മല ഇതാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. ഈ അടിവാരം വരെ ബസ്സൊക്കെ വരും കേട്ടോ. നമ്മുടെ കൂടെ വന്നവര് പലരും പല സ്പീഡിൽ നടക്കണോണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായി എല്ലാവരും എത്താനായിട്ട്. ആ വെയിറ്റ് ചെയ്ത് നിൽക്കാനിടയിൽ നമ്മൾ കയറുമ്പോൾ കുത്തി നടക്കാനായിട്ട് ഒരു വടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായി. മല കയറണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാട്ടോ വന്നത്. പക്ഷെ എനിക്ക് കയറാൻ പറ്റിയില്ല. എനിക്ക് ആ വഴി കൂടെ നടന്നു വന്നപ്പോഴുള്ള പൊടിയൊക്കെ അടിച്ചിട്ട് തുമ്മലും തലവേദനയൊക്കെ ആയിരുന്നു. മല കയറാൻ പോയൊരു തിരിച്ചു വന്നത് പുലർച്ചയ്ക്കാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പൊ ശരി ട്ടോ, ബൈ.